ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലബനൻ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സംസ്ഥാനത്ത് പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണൽ മെയ് 4-ന്. ഗൾഫ് മേഖലയിൽ നിർത്തിവച്ച SSLC പരീക്ഷകൾ പുനരാരംഭിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേടം വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലബനൻ സംഘർഷത്തിൽ നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുന്നതിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. രാജ്യത്തെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അന്തർമന്ത്രാലയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. India has always emphasized the protection of civilians as the foremost priority. Observing international law and respecting sovereignty and territorial integrity of states is essential. Our embassy in Lebanon remains in close touch with the Indian community for the safety and security. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് വൈദ്യുതിയുടെയും ഊർജ്ജത്തിന്റെയും ആവശ്യകത വിജയകരമായി നിറവേറ്റിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എല്ലാ താപവൈദ്യുത നിലയങ്ങളും മതിയായ കൽക്കരി ശേഖരത്തോടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പീയൂഷ് സിംഗ് പറഞ്ഞു. രാജ്യത്തെ ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ആവശ്യത്തിന് ലഭ്യമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും 2000-ഓളം നാവികർ ഇതിനകം മടങ്ങിയെത്തിയതായും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 78.27% പോളിംഗ്. അന്തിമ കണക്കുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76 ആയിരുന്നു വോട്ടിംഗ് ശതമാനം. പോളിംഗ് ശതമാനത്തിലെ വർധന ആർക്ക് ഗുണകരമാകും എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. കേരളത്തിന് പുറമെ ഇന്നലെ വോട്ടെടുപ്പ് നടന്ന അസമിൽ 85.91%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ് നിരക്ക്. കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് സൂക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, മട്ടന്നൂർ, അഴീക്കോട് എന്നീ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും, പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റിയത്. കനത്ത സുരക്ഷ സ്ട്രോങ് റൂമുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 4-ന് രാവിലെ സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ അതീവ സുരക്ഷയോടെ പുറത്ത് എടുത്തതിനു ശേഷമാണ് വോട്ടെണ്ണുക. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നലെയായിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇരു സംസ്ഥാനങ്ങളിലും പ്രമുഖ നേതാക്കളെ അടക്കം എത്തിച്ച് പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പശ്ചിമ ബംഗാളിലെ BJP പ്രകടന പത്രിക പാർട്ടിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പുറത്തിറക്കി. അധികാരത്തിലെത്തി 6 മാസത്തിനകം ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. ഗൾഫ് മേഖലയിൽ നിർത്തിവച്ച SSLC പരീക്ഷകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച പരീക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പരീക്ഷാ തീയതികളും മറ്റ് നിർദ്ദേശങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കമ്മീഷന്റെ അനുമതി അനിവാര്യമാണ്. പരീക്ഷാ നടത്തിപ്പിനായി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി.
അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് രാജിക്കത്ത് സമർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടുന്നതിനിടെയാണ് രാജി. ജസ്റ്റിസ് വർമ്മയെ ഇതേ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സെൻസസ് 2027 നടപടികളുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000-ത്തിലധികം കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തിയതായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. കർണാടക, ഗോവ, ലക്ഷദ്വീപ് ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിലവിൽ സെൽഫ് എന്യൂമറേഷൻ നടക്കുന്നത്. ഏപ്രിൽ 1 ആരംഭിച്ച ഈ സൌകര്യം ഈ മാസം 15 വരെ ലഭ്യമാകും. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വിഷുപൂജകൾ ഈ മാസം 15 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മേട വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് തുറന്ന് ദീപം തെളിച്ചു. നാളെ പുലർച്ചെ 5 നട തുറന്ന് പൂജകൾ ആരംഭിക്കും. ഈ മാസം 15 വിഷുപൂജകൾ നടക്കുക. അന്ന് പുലർച്ചെ 4 മുതൽ രാവിലെ 7 വരെ സന്നിധാനത്ത് വിഷുക്കണി ദർശനം ലഭിക്കും. കൂടാതെ തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈ നീട്ടവും നൽകും. 18 വരെ 8 ദിനങ്ങൾ ദർശനം നടത്താം. ഡോക്ടർ BR അംബേദ്കർ ജന്മവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ 14 രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. അംബേദ്കർ ജയന്തി പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 14 അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ നാളെ വരെ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. സംസ്ഥാനത്ത് ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ വരെ ഇത് തുടരും. ശനിയാഴ്ച പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും പകൽ താപനില ഉയരും. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെ ആയിരിക്കും താപനില. സംസ്ഥാനത്ത് പൊതുവെ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാനാണ് സാധ്യത. അതിനിടെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിക്കും എന്ന പ്രവചനം അല്പം ആശ്വാസം നൽകുന്നു. കരസേനയിൽ വനിതാ മിലിറ്ററി പോലീസ് ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി ഏപ്രിൽ 27 കർണാടകയിലെ മൈസൂരുവിൽ നടക്കും. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വനിതാ ഉദ്യോഗാർത്ഥികൾക്കായാണ് റാലി സംഘടിപ്പിക്കുന്നത്. 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ ഏപ്രിൽ 17 മുതൽ 22 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു, ഷാർജ, ദുബായ്, ബഹ്റിൻ എന്നിവിടങ്ങളിലും നടക്കും. കീം 2026 അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതി പരിശീലിക്കുന്നതിനായി www.cee.kerala.gov.in പ്രാക്ടീസ് ടെസ്റ്റ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഗോവ ഒഡീഷയെ നേരിടും. IPL 2026 ആവേശം രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി BCCI ഫാൻ പാർക്കുകളുടെ 2ാം ഘട്ട പട്ടിക പുറത്തിറക്കി. കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമായി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചു. ഏപ്രിൽ 18, 19 തീയതികളിൽ പുതുപ്പള്ളിയിലെ ആരാധകർക്ക് സ്റ്റേഡിയത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കാൻ BCCI അവസരമൊരുക്കും. 30 നഗരങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ ഫാൻ പാർക്കുകൾ ഒരുങ്ങുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 919 പോയിന്റ് ഉയർന്ന് 77,550-ലും നിഫ്റ്റി 276 പോയിന്റ് നേട്ടത്തിൽ 24,051-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു. പവന് രാവിലെ 600 രൂപ ഉയർന്ന് 1,12,200 രൂപ ആയിരുന്നത് ഉച്ചയോടെ 480 രൂപ താഴ്ന്ന് 1,11,720 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലബനൻ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സംസ്ഥാനത്ത് പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണൽ മെയ് 4-ന്.
ഗൾഫ് മേഖലയിൽ നിർത്തിവച്ച SSLC പരീക്ഷകൾ പുനരാരംഭിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.